കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇമേജ് മൊബൈൽ കിസ് ഒത്തിരി അറിവിൻ്റെ അല്ലെങ്കിൽ പല എക്സാമിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യോത്തരങ്ങൾ ചോദിക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിൻ്റെ സ്വന്തം പ്രോഗ്രാമാണ് ഇമേജ് മൊബൈൽ കിസ്. ഒത്തിരി വിദ്യാലയങ്ങളിലൂടെ ഒരുപാട് വിദ്യാർത്ഥികളിലൂടെ നല്ല ചോദ്യ ഉത്തരങ്ങളിലൂടെയൊക്കെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏത് മേഖല, അതെങ്കിൽ ഒരു പഠന മേഖലയാണെങ്കിലും കായിക മേഖലയാണെങ്കിലും മറ്റേത് മേഖലയാണെങ്കിലും ഈ ഒരു വിദ്യാലയത്തിന് കണ്ണൂർ ജില്ലയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. കണ്ണൂരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാലയം, കലോത്സവ നഗരിയിലെ നിറസാന്നിധ്യം എന്ന് വിശേഷിപ്പിക്കുന്ന സ്പോർട്സ് മേഖലയിലൊക്കെ ഒരുപാട് നല്ല താരങ്ങളൊക്കെ വാർത്തെടുത്ത ഒരു വിദ്യാലയം. പഠന മേഖലയിലും 100% വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് കാടാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സുന്ദരമായിട്ടുള്ള സ്ഥലത്തുള്ള കാടാച്ചിറ ഹൈസ്കൂൾ. ഇവിടെ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന പഠന കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വിദ്യാലയമാണ് കാടാച്ചിറ ഹൈസ്കൂൾ. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്, ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇനി ഈ ഒരു മാസം എന്നൊക്കെ പറയുന്നത് ആഘോഷങ്ങളുടെയൊക്കെ ഒരു മാസമാണ്, ദീപാവലി മാസമാണ്. അപ്പോൾ ഒരുപാട് സ്പെഷ്യൽ ഓഫറുകൾ നമ്മുടെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഓഫറോട് കൂടിയാണ് ഇമേജ് മൊബൈൽ ദീപാവലിയെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ മൊബൈൽ ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ലാപ്ടോപ്പ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ മൊബൈൽ കൊടുത്തൊരു പുതിയ മൊബൈൽ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല ഓഫറുകളാണ് ഇമേജ് മൊബൈൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇമേജ് മൊബൈലിൽ പോകാം. ദീപാവലി ഓഫറുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. കാടാച്ചിറ ഹൈസ്കൂൾ വെച്ച് ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. കാടാച്ചിറ ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു അധ്യായം ഞങ്ങൾ ചിത്രീകരിക്കുന്നത് ഇമേജ് മൊബൈൽ കിസിൻ്റെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഈ ഒരു വിദ്യാലയത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൗകര്യം കൂടി വന്ന, അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും ഒരുപാട് സൗകര്യങ്ങൾ കൂടി വരുന്ന ഒരു വിദ്യാലയം കൂടിയാണ് കാടാച്ചിറ ഹൈസ്കൂൾ. ഒരു സെക്ഷൻ ഹയർ സെക്കൻഡറി വിഭാഗമാണ്, അപ്പുറത്തെ സെക്ഷൻ ഹൈസ്കൂൾ വിഭാഗമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 9th പഠിക്കുന്ന കൂട്ടുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ചിത്രീകരിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ടീം അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സുഖമായിരിക്കുന്നോ? സുഖമാണ്. പേരെന്താണ് മോൻ്റെ? അച്ചു അനൂപ് അല്ലേ? അച്ചു അനൂപ് എന്ത് ചെയ്യുന്നു? ഗൾഫിൽ അക്കൗണ്ടന്റ് ആണ്. ഓക്കെ. നാട്ടിലേക്ക് പഠിത്തം കാര്യം വന്നായിരുന്നു? നാട്ടിലുണ്ട്. ശരി. അസ്സലാമു അലൈക്കും. പേരെന്താണ്? ജന്നത്ത് നാസർ. എന്തുണ്ട്, സുഖമായിരിക്കുന്നോ? എവിടെയാണ് വീട്? എവിടെയാണ്? കാടാച്ചിറ. ഇവിടെ തന്നെയാണ്. ഇവിടെ എത്രാം ക്ലാസ് മുതലാണ് ജന്നത്ത് പഠിക്കാൻ തുടങ്ങിയത്? 7th മുതലാണ്. അതിന് മുന്നേ എവിടെയായിരുന്നു? സെന്റ് ഫ്രാൻസിസ്. ശരി. പേരെന്താണ്? ആര്യനന്ദ. പഠനം മാറ്റി വെച്ചാൽ എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് ആര്യനന്ദയുടെ ഹോബീസ്? ബുക്ക് വായിക്കും. ആര്യനന്ദ വളരെ കുഞ്ഞു കുട്ടിയുടെ ശബ്ദം പോലെയാണല്ലോ. പേരെന്താണ്? ഇഷിത. സുഖമായിരിക്കുന്നു ഇഷിത? ഹാപ്പിയാണ്. ഇഷിത രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? 5:30 എഴുന്നേൽക്കും. ട്യൂഷൻ ഉണ്ടോ? ട്യൂഷന് പോകുന്ന ഒരു പതിവ് ഇല്ല. ഇപ്പോൾ ഈ ചെറിയ കുട്ടികളെ തന്നെ ഇപ്പം എന്താ പറയുക, ഒരു LKG സ്റ്റാൻഡേർഡ് മുതൽ തന്നെ കുട്ടികളെ ട്യൂഷന് കൊണ്ടുവിടുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പതിവ് ഇപ്പോൾ പൊതുവെ കാണാറുണ്ട്. പണ്ടൊക്കെ നമ്മുടെ ഈ ഒരു UP വിഭാഗം കഴിഞ്ഞ് അല്ലെങ്കിൽ ഹൈസ്കൂളിൽ എത്തുമ്പോഴാണ് പൊതുവെ ട്യൂഷൻ നമ്മളെല്ലാവരും സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെ വരെ വിടും. അതൊന്ന് മാതാപിതാക്കൾക്കുള്ള ഒരു സൗകര്യമാണ്. ഒന്ന് പഠിപ്പിക്കേണ്ട, അതായത് ജോലിക്ക് പോകുന്നവരായതുകൊണ്ട് ബുദ്ധിമുട്ടിൽ. പിന്നെ ഈ ചില ആൾ പറയും ട്യൂഷന് പോയാലേ വിജയിക്കാൻ പറ്റുമെന്ന്. ചില ആൾ പറയും സ്കൂൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷന് പോകേണ്ട ആവശ്യമില്ലാന്ന്. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഏതാണ് നല്ലത്? ട്യൂഷന് പോകുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ പഠിക്കുന്നതാണോ? ട്യൂഷൻ ആകുമ്പോൾ കുറേ സമ്മർദ്ദം ഉണ്ടാവില്ലേ കുട്ടികൾക്ക്? പാരൻസ്മാരെ ഹെൽപ്പ് ആയിരിക്കും അത്. പക്ഷേ എൻ്റെ അച്ഛനമ്മയും ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും എന്നത് ട്യൂഷൻ ഇട്ടിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛനമ്മേനെയും സമീപിക്കാറുണ്ട്. സുഖമായിരിക്കുന്ന മോനെ? അടിപൊളിയാണോ? ഓക്കെ. രാവിലെ എന്താണ് കഴിച്ചത്? പുട്ട്. എത്ര കുറ്റി കിട്ടും? ഒരു കുറ്റി പുട്ട് കഴിച്ചോട്ടാ ഇവൻ? ഒന്ന്. ഓക്കെ. ഞാൻ ഒരു കുറ്റി പുട്ട് കഴിച്ചു. ശരി. ഭക്ഷണ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് പൊതുവെ? ഭയങ്കര ഇഷ്ടമാണോ? പാചകം ചെയ്യാൻ അറിയാവോ? ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് ക്വിസ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊക്കെ അങ്ങനെ ചിന്തിക്കും. അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു 4 ഓപ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് മോൻ്റെ? ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയൻ. ഞങ്ങൾ വന്ന കാര്യം പറയാം. ടീച്ചർ പോയിട്ട് പറഞ്ഞു ക്വിസ് കോമ്പറ്റീഷനാന്നൊക്കെ പറഞ്ഞ് ബുക്കൊക്കെ എടുത്തിട്ടാണ് വന്നേക്കണേ. അങ്ങനത്തെ ക്വിസ് കോമ്പറ്റീഷനൊന്നുമല്ല,
ഒരു 3 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 3 ചോദ്യങ്ങൾ ചേട്ടൻ ചോദിക്കും. 3നും കറക്റ്റ് ആൻസർ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഉത്തരം പറയുന്നതനുസരിച്ച് ഞാൻ സമ്മാനം തരും. പക്ഷേ ഇവിടെ ഒരു സമ്മാനങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ടീമിനാണ്. പൊതുവേ ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾ ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് ജയിച്ച് ഭയങ്കര മത്സര ബുദ്ധി അങ്ങനെയൊക്കെയല്ലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമുക്ക് എന്ത് പറ്റും ഉത്തരം എന്നാൽ ഓപ്ഷൻ ക്രിക്കറ്റാണോ, ഹോക്കിയാണോ, ഗുസ്തിയാണോ, ഫുട്ബോളാണോ? അതായത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്പോർട്സ് എന്ന വിശേഷണമുള്ള സ്പോർട്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അത് ക്രിക്കറ്റാണോ, ഫുട്ബോളാണോ, ഗുസ്തിയാണോ, ഹോക്കിയാണോ? ഇതിലേതാണ് ഏറ്റവും പഴക്കം ചെന്ന സ്പോർട്സ് ഇനത്തിൽപ്പെട്ട ഒരു ചോദ്യം മനസ്സിലായില്ലേ? ഒരു പഴക്കം ചെന്ന സ്പോർട്സ് ഏതാണ്? ക്രിക്കറ്റാണോ, ഫുട്ബോളാണോ, ഗുസ്തിയാണോ, ഹോക്കിയാണോ? ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്യാം, അല്ലെങ്കിൽ ആലോചിക്കാം. ആലോചിക്കാം. ക്രിക്കറ്റാണോ? ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതായത് ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് എന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ്? ക്രിക്കറ്റാണോ, ഗുസ്തിയാണോ, ഫുട്ബോളാണോ, ഹോക്കിയാണോ? ഗുസ്തി. ഗുസ്തി എന്ന് പറയും. ഗുസ്തി എന്ന് പറയും. അപ്പോൾ അയാൾ പറയുമ്പോൾ ഗുസ്തി അല്ലേ? അപ്പോൾ പറയുന്നത് മത്സരാർത്ഥിക്ക് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നായിരുന്നു. കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഗുസ്തിയാണ് എന്നുള്ളതിലാണ് തുടങ്ങിയത്. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന സ്പോർട്സ് എന്ന വിശേഷണമുള്ള സ്പോർട്സ് ഏത്? ക്രിക്കറ്റാണോ, ഫുട്ബോളാണോ, അതുപോലെ തന്നെ ഹോക്കിയാണോ, ഗുസ്തിയാണോ? മത്സരാർത്ഥി ആലോചിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഗുസ്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു സ്പോർട്സ് എന്ന വിശേഷണമുള്ള സ്പോർട്സ് എന്ന് പറയുന്നത് ഗുസ്തി എന്നുള്ളത് റൈറ്റ് ആൻസർ. അപ്പോൾ ഞാൻ തരുന്ന സമ്മാനങ്ങൾ ഒരു വ്യക്തിക്കുള്ളതല്ല, നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇമേജ് മൊബൈൽ ആൻഡ്
ഏതാണ്? മത്സരാർത്ഥി ഇങ്ങനെ നിന്ന് വേർക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ സംശയം നാവാണ്. നാവാണെന്നാണ് സംശയം. നാവിന്. നാവാണെന്നാണ്. നാവ്. നാവിലൂടെയാണ് അത് വേർക്കുന്നത്. അതിൻ്റെ വിയർപ്പ് വരുന്നത് നാവിലൂടെയാണ്. ആദ്യം കാൽപാദമായിരുന്നു പറഞ്ഞത്, പിന്നീട് നാക്കിലേക്ക് എത്തി. കുറച്ച് സമയം ഞാൻ തന്നു, ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമയം തന്നു. എനിക്ക് കുഴപ്പമില്ല, നാളെ ഒരു എക്സാമിന് വരുന്ന സമയത്ത് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഇത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. നായ വിയർക്കുന്നത് വാലിലൂടെയല്ല, അതിൻ്റെ ബോഡിയിലൂടെയല്ല, നാക്കിലൂടെയല്ല. അതിൻ്റെ ശരി ഉത്തരം കാൽപാദമാണ്. എന്നാൽ എപ്പോഴെങ്കിലും ഒരു എക്സാം വരുമ്പം സിമ്പിളായിട്ട് എഴുതിക്കോ. നായ വിയർക്ക്. ഞാൻ ഒരുപാട് സമയം തന്നു അല്ലേ, നല്ല സമയം തന്നില്ലേ? പിന്നെ ഒരു സംശയം വന്നു, കാൽപാദമാണോ നാക്കാണോ? പിന്നീട് നാക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടി ആലോചിച്ച് നോക്കൂ, നാവിലൂടെ ഉമിനീരിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, അത് ശരിക്കും നായ വിയർക്കുന്നതിൻ്റെ കാൽപാദത്തിലൂടെയാണ് അതിൻ്റെ വിയർപ്പ് വരുന്നത്. ബാക്കി വിയർപ്പ് ഗ്രന്ഥികളില്ലാത്തതിനാൽ കാൽപാദത്തിനടുക്ക് വിയർപ്പ് ഗ്രന്ഥി ഉള്ളതിനാലും അതിൻ്റെ കാലിലൂടെയാണ് അത് വിയർക്കുന്നത്. അത് ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും നാക്കിനെ കൊണ്ടായിരിക്കും. അത് കൂടുതൽ സമയം നോക്കിയാൽ മതി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഒന്ന് ലെക്കിനെ ഒന്ന് ജസ്റ്റ് കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ലെക്കിയോട് ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണം പറയണം. ഓക്കെ, എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇത് ഉത്തരം പറഞ്ഞില്ല എന്നുള്ളത്, നാളെ ചിലപ്പോൾ ഇതിനേക്കാളും വലിയൊരു സദസ്സിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. കാണാം. ഓക്കെ, താങ്ക് യു. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാളാച്ചിറ ഹൈസ്കൂളിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷനുണ്ട്. ഇപ്പോൾ 4 ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. പിന്നെ ഒരുപാട് സമയം എടുക്കുമ്പോൾ നമുക്ക് പിന്നെ സമയം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ടീം എല്ലാവരും 9ലാണോ പഠിക്കുന്നത്? 8ലാണ് പഠിക്കുന്നത്. എല്ലാവരും ഒരേ ക്ലാസ്സിൽ തന്നെയാണോ, അല്ല വേറെ ഡിവിഷനിലാണോ? വേറെ ഡിവിഷനിലാണ്. ഓക്കെ, പേരെന്താണ്? അനുനന്ദ്. സുഖമായിരിക്കുന്നു അനു? ഹാപ്പിയാണോ? എവിടെയാണ് സ്ഥലം അനുവിൻ്റെ? ചാലക്കാട്. പേരെന്താണ്? ആഷിമ. സുഖമായിരിക്കുന്നോ? അടിപൊളിയാണ്. പാട്ട് പാടുമല്ലോ ആഷിമ. പിന്നെ കലാപരമായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? പഠനമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ കലോത്സവങ്ങളിലൊന്നും പങ്കെടുക്കാറില്ലേ ആഷിമ? എന്തൊക്കെ പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട്? ഡ്രാമക്ക് പങ്കെടുക്കാറുണ്ട്. പിന്നെ ഈ സ്കൂളിൽ നിന്ന് തന്നെ പങ്കെടുത്തിട്ടുണ്ടോ? ഡ്രാമ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, പേരെന്താണ്? നേഹ. സുഖമായിരിക്കുന്നു നേഹ? എന്തൊക്കെയാണ് നേഹയുടെ ഹോബീസ്? എന്തൊക്കെയാണ്? റീഡിങ്ങും പിന്നെ ഡ്രോയിങ്. ഈ ഒരു വിദ്യാലയത്തിൽ എങ്ങനെയാണ് പഠന നിലവാരം? എത്രത്തോളം ഉണ്ട്? അടിപൊളിയാണ്. പേരെന്താണ്? ആര്യനന്ദ. സുഖമായിരിക്കുന്നു ആര്യനന്ദ? ആര്യനന്ദ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണോ? എല്ലാ കാര്യങ്ങളും വളരെ തന്മയത്വത്തോടു കൂടി നോക്കി കാണുന്ന ഒരാളാണോ? പേരെന്താണ് മോനെ? യാദവ്. സുഖമായിരിക്കുന്നു യാദവേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ യാദവിന്റെ വീട്ടിലെ? വിശേഷങ്ങളൊക്കെ അടിപൊളിയാണ്. ആരൊക്കെയുണ്ട് യാദവിന്റെ വീട്ടിൽ? അമ്മ, അച്ഛൻ, അനിയൻ, അച്ഛൻ്റെ അനിയനുണ്ട്. ഓക്കെ, അപ്പോൾ യാദവൻ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. 4 ഓപ്ഷനും ഞാൻ തരാം. യാദവിന് അറിയില്ലെങ്കിൽ നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, ഒന്ന് അടുത്തോട്ട് കേട്ടോ, അടുത്തോട്ട്. അപ്പോൾ യാദവ് ആൻഡ് ടീമാണ് ഇവിടെ മത്സരിക്കുന്നത്. യാദവിനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യമാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. ഓരോ റൗണ്ടിനും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കേണ്ട, ആലോചിച്ച് മെല്ലെ പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ടാണ്. യാദവ് ടീമാണ് ഇവിടെ മത്സരിക്കുന്നത്. എൻട്രി റൗണ്ടിലെ യാദവിനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. നമ്മുടെ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് മലേഷ്യയാണോ ചൈനയാണോ ജപ്പാനാണോ? ഇന്ത്യയാണോ മലേഷ്യയാണോ ചൈനയാണോ ജപ്പാനാണോ? ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള രാജ്യം ഇന്ത്യയാണോ മലേഷ്യയാണോ ചൈനയാണോ ജപ്പാനാണോ? മലേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള രാജ്യം. ഇന്ത്യ.
ഇന്ത്യയാണോ മലേഷ്യയാണോ ചൈനയാണോ ജപ്പാനാണോ? ജപ്പാൻ. 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 ജപ്പാനാണോ? ചൈന. ചൈന. ഓക്കെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുള്ള രാജ്യം ഏതെന്നുള്ളതാണ് ചോദ്യം. മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് മലേഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ, പിന്നെ ജപ്പാൻ, ചൈന, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 4 ഓപ്ഷനും ഫില്ലായി അല്ലേ? അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ, എന്തായാലും അതിലൊരു ഉത്തരം ഉണ്ടാവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള രാജ്യം എന്ന് പറയുന്നത് മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്ന മലേഷ്യ എന്നുള്ളത് തെറ്റായ ഉത്തരമാണ്. കൂട്ടുകാർ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ എന്നുള്ളത് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. റൈറ്റ് ആൻസർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യ മഹാരാജ്യത്താണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ളത്. കുട്ടി സ്ഥലങ്ങളും ഒരുപാട് ജില്ലകളും, ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളും, അതിലൊരുപാട് പോസ്റ്റ് ഓഫീസുകളും അങ്ങനെയുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആൾക്കൊരു ചെറിയൊരു ക്ലാപ്പ് കൊടുക്കട്ടെ. 2 കൈയോടെ വാങ്ങിച്ചു. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഇനി കൂട്ടുകാർ മത്സരിക്കണം രണ്ടാമത്തെയും മൂന്നാമത്തെയും റൗണ്ടിൽ. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ആൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടെ സമ്മാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീതം വെച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി ഏതാണെന്നുള്ളതാണ് ചോദ്യം. മയിലാണോ, പൊന്മാനാണോ, കാക്കയാണോ, പരുന്താണോ? ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷിയാണേ. മയിലാണോ, പൊന്മാനാണോ, കാക്കയാണോ, പരുന്താണോ? പരുന്ത്. പരുന്തെന്ന് പറയുന്നു. കൂട്ടുകാരെന്ത് പറയുന്നു? പരുന്ത്. പരുന്താണോ? പരുന്ത്. 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 ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി ഏതാണെന്നുള്ളതാണ് ചോദ്യം. മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് പരുന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരുന്തിനാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ഉള്ളത്. റൈറ്റ് ആൻസർ. രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ATM. ഇതൊക്കെ പുതിയ അറിവാണോ? അതിൽ രണ്ടാമത് ചോദിച്ചാൽ അത് വലിയ മുന്നേ അറിയുന്ന കാര്യം. ഓക്കെ, ഹൈദരാബാദാണോ, കൊൽക്കത്തയാണോ, മുംബൈയാണോ, ഡൽഹിയാണോ? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണം ലഭിക്കുന്ന ATM. നല്ല ചോദ്യമല്ലേ? നമ്മൾ ATM കാർഡ് ഉപയോഗിച്ചിട്ട് സ്വർണം എടുക്കുന്ന ATM. ഈ ATM കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഫുഡ് കിട്ടുന്ന ഒരു അങ്ങനെയൊക്കെ നമ്മൾ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. സ്വർണം ലഭിക്കുന്ന ATM മിഷൻ എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ആൻസറാണ് വേണ്ടത്. ആലോചിച്ച് പറഞ്ഞാൽ മതി. മോൻ എന്ത് പറയുന്നു? ഹൈദരാബാദ് എന്ന് തന്നെ പറയുന്നു. ഓക്കെ, ATM ിലൂടെ സ്വർണം കിട്ടുന്നത് ഹൈദരാബാദ്. കൊൽക്കത്ത പോയോ? കൺഫ്യൂഷനായി. ഏതിൽ ഉറച്ചിരിക്കുന്നു? ഹൈദരാബാദ്. ഓക്കെ, ആള് പറയുന്നത് ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ
ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ബാഗ് നൽകുന്ന സമ്മാനം. എല്ലാവരും ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചോ. അപ്പോൾ ഇതിന് അടിപിടി കൂടരുത്, കൃത്യമായിട്ട് വീതി ചേർത്തിട്ട് ഹാപ്പി ആവണം. അപ്പോൾ വലിയ കിസ് കോമ്പറ്റീഷൻ പോലും തോന്നിയിട്ടില്ലല്ലോ? ഒന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ അറിവല്ലേ? അപ്പോൾ നാളെ എക്സാമിന് വരുമ്പോൾ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോ ടു യുവർ ക്ലാസ്സസ്. അപ്പോൾ കാടാച്ചിറ ഹൈസ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, നല്ല ഉത്തരങ്ങളൊക്കെ പറഞ്ഞവർക്ക് മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനം അടക്കം കൊടുത്തു. പിന്നെ എപ്പോഴും ചോദിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള നല്ല രസമുള്ള ചോദ്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നാളെ ഒരു എക്സാമിനൊക്കെ വരുമ്പോൾ എഴുതാനും അത്രയും സുഖമായിരിക്കും. ശരി, എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. പൊതുവേ ഈ ഹൈസ്കൂൾ UP വിഭാഗത്തിലായതുകൊണ്ടാണ് 4 ഓപ്ഷൻ വീതം ഓരോ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് നൽകുന്നത്. മറ്റ് സ്ഥലങ്ങളാകുമ്പോൾ നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലൊന്നും ഈ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ കുട്ടികളായതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു മാത്രം. ശരി, അപ്പോൾ നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നല്ല ചോദ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ അയച്ചു തരുന്ന ചോദ്യങ്ങളാണ് മത്സരാർത്ഥികളോട് ഞങ്ങൾ ചോദിക്കുക. ഇനി വരുന്ന എപ്പിസോഡുകൾ വെളിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചോദിക്കേണ്ടതാണ്. അപ്പോൾ നല്ല ചോദ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ ഇന്ന് കഴിയുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.